രാവിലെ തൊട്ട് ഇവിടെ മഴയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എഗ് പൊടി ഉണ്ടാക്കാം. അപ്പം എഗ് പൊടിക്ക് വേണ്ട സാധനങ്ങൾ പെരിഞ്ജീരകം, നന്നായിട്ട് കുരുമുളക്, എന്തെങ്കിലും സ്പൈസ് വേണം അതിന്. പിന്നെ ഇത് കൂട്ട് നമ്മുടെ കൊറിയാണ്ടർ സീഡ്, പിന്നെ സാധാരണ ജീരകം, പിന്നെ 2-3 വത്തലമുളക്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ വെച്ചാൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ച് നിങ്ങൾക്ക് വേണേൽ തരിതരിയായിട്ട് പൊടിക്കാം, അല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡർ പോലെ പൊടിക്കാം. ഞാൻ നല്ല ഫൈനായിട്ടുണ്ട്, കാരണം കൊച്ചുങ്ങളുള്ളതുകൊണ്ട് അല്ലാണ്ട് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ പിന്നെ ഒരു ഓയിൽ എടുക്കുക, അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് കരിയാപ്പില എന്തുമാത്രം ഇടാൻ പറ്റുമോ അത്ര ഇടുക. എന്നിട്ട് ഈ പൊടി കുറച്ചിടുക. എനിക്ക് ഇച്ചിരി കുക്കായിട്ടുള്ള എഗ്ഗാണ് ഇഷ്ടം. മൊത്തമായിട്ട് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് ഇങ്ങനെ മുട്ട അതിൻ്റെ ആ പൊടിക്കകത്തോട്ട് ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങളിത് ഉണ്ടാക്കാനായിട്ട്. സംഭവം അടിപൊളിയാണ്, നല്ല പെപ്പറുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചുകൂടെ ഇങ്ങനെ ഇടുക. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. ഞാൻ ഉപ്പ് എടുത്തത് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട്. പിന്നെ എന്നിട്ട് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക, ഇതൊരു ഗാർണിഷിംഗ് ആണ്. സവോള നന്നായിട്ട് ഇങ്ങനെ സവോളയും മല്ലിച്ചപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. സംഭവം അടിപൊളിയാണ്. അപ്പം എന്തൊക്കെയായാലും ഇതൊക്കെ കൂട്ടി ഒരു ചോറിൻ്റെ സംഭവം കൂടെ വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ കുശാലമായിട്ടുള്ള ഊണ്, മുട്ടപ്പൊടിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണ്. അപ്പം ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത വീഡിയോസ്. അങ്ങനെ ടേക്ക് കെയർ. ബൈ.